പാർലമെന്റ് അംഗങ്ങൾക്കെതിരായ നടപടി നീതീകരിക്കാനാവില്ലെന്ന് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി. പാർലമെന്റിൽ ഉണ്ടായ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അംഗീകരിക്കാനുള്ള ജനാധിപത്യ മര്യാദ സർക്കാർ കാണിക്കുന്നില്ല. പ്രതിപക്ഷം ജനാധിപത്യത്തിലെ കടമ നിറവേറ്റുന്നതിൽ ഉറച്ചു നിൽക്കുമെന്നും സോണിയാഗാന്ധി പറഞ്ഞു. ആർ രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, എന്തൊക്കെയാണ് സോണിയ പറഞ്ഞത്? വേണു, ഈ സസ്പെൻഷൻ നടപടികളുടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നത്. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു സോണിയാഗാന്ധി ഇതുവരെ നടന്ന സംഭവങ്ങളിൽ പാർട്ടിയുടെ നിലപാട് അത് വ്യക്തമാക്കിക്കൊണ്ടാണ് സംസാരിച്ചത്. അംഗങ്ങൾക്ക് എതിരായിട്ടുള്ള നടപടി അത് ഉചിതമായില്ല എന്ന് സോണിയാഗാന്ധി വ്യക്തമാക്കി. കാരണം പാർലമെന്റിൽ ഉണ്ടായ ആക്രമണം അത് ജനാധിപത്യത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളി എന്ന രീതിയിലാണ് കൈകാര്യം ചെയ്യപ്പെടേണ്ടിയിരുന്നത്. ഇതിന്റെ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരെ ഈ പാസ് നൽകിയ എംപിക്ക് എതിരെ നടപടി എടുക്കാത്ത സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇതിന് ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയ സുരക്ഷാ വീഴ്ച അടക്കമുള്ള കാര്യങ്ങൾ ഗൗരവകരമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച പ്രതിപക്ഷ അംഗങ്ങൾക്ക് എതിരെയാണ് നടപടികൾ പക്ഷേ ഉണ്ടായത്. ഇത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിലേക്ക് പാർലമെന്റിലെ നടപടികൾ എത്തുന്നു. ഇത് അംഗീകരിക്കാൻ കോൺഗ്രസിനെ പോലെയുള്ള ഒരു പാർട്ടിക്ക് സാധിക്കില്ല. അതുകൊണ്ട് തങ്ങൾ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. അതിനുവേണ്ടി ശക്തമായിട്ട് അംഗങ്ങളെല്ലാം നിലകൊള്ളണം എന്ന് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി അധ്യക്ഷ കൂടിയായിട്ടുള്ള സോണിയാഗാന്ധി ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്നും ഈ പാർലമെന്റ് നടപടികൾ അവസാനിച്ചാലും പാർലമെന്റിന് പുറത്ത് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്ന രീതിയിൽ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ, പ്രതിഷേധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് അംഗങ്ങൾ അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടി അംഗങ്ങൾ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധം വ്യക്തമാക്കിക്കൊണ്ട് വളരെ ശക്തമായിട്ടുള്ള പ്രകടനമാണ് അല്പസമയത്തിന് മുമ്പ് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഇന്നും കഴിഞ്ഞ ദിവസങ്ങൾക്ക് സമാനമായിട്ട് അംഗങ്ങളുടെ എണ്ണം 141 അംഗങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടെങ്കിലും അതൊരു ഊർജ്ജമാക്കിക്കൊണ്ട് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മമതാ ബാനർജി ഇപ്പോൾ പാർലമെന്റിൽ എത്തിയിട്ടുണ്ട്. മമതാ ബാനർജി എത്തിയത് പ്രധാനമന്ത്രിയെ കാണാനാണെങ്കിലും ഈ പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി അവർ പങ്കെടുക്കും എന്ന സൂചനയുണ്ട്. പക്ഷേ അത് വ്യക്തമില്ല. പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച എപ്പോൾ നടക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും അക്കാര്യം ഉണ്ടാവുക. ഏതായാലും 11 മണിക്ക് പാർലമെന്റ് സമ്മേളിക്കും. ആ ഘട്ടത്തിൽ 2 സഭകളിലും പ്രതിഷേധിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അടിയന്തര പ്രമേയ നോട്ടീസുകൾ 2 സഭകളിലും കഴിഞ്ഞ ദിവസത്തിന് സമാനമായിട്ട് പ്രതിപക്ഷ പാർട്ടി അംഗങ്ങൾ നൽകിയിട്ടുണ്ട്. വേണം ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.